അതാണ് ഈ രണ്ടാം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. എവിടാ അത് നമ്മൾ ഷൂട്ട് ചെയ്തത്? സോഷ്യൽ മീഡിയയിൽ മൊത്തം സാജു നവോദയുടെ രണ്ടാം കല്യാണം കഴിഞ്ഞു. ഞാൻ നോക്കുമ്പോ ചേച്ചി തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ എന്താ പ്രശ്നം ഇതില്, ചേച്ചീനെ കെട്ടുന്നതിനെന്താ? കേരളത്തിലെ പ്രോഗ്രാമിന് വേണ്ടിയായിരുന്നു. അതെ അതെ, പ്രോഗ്രാമിന് വേണ്ടി കെട്ടിയ. ആഗ്രഹം ചോദിച്ചു, ആഗ്രഹം എന്താ ആഗ്രഹമുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അത് അവർ നടത്തി തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ എത്ര പഠിച്ചു ചാനൽ മൊത്തമായി. ചേട്ടൻ വിളിച്ചു, നീ എന്ത് പണിയെ കാണിച്ചു? ഞാൻ ആ പെണ്ണിന്റെ മുഖം നോക്കാം, അത് ബ്ലർ ചെയ്തിട്ടേക്ക് അവിടെ മറ്റേ ഇതൊക്കെ വെച്ചേക്കോ, ഹാർട്ടൊക്കെ വെച്ചിട്ട് എന്റെ മുഖം ഇല്ല. അതിനു മുമ്പ് വേറൊരു പേരുടെ ഇങ്ങനെ കിട്ടി. നമ്മളവിടെ ഇത് ചെയ്തില്ല, എന്താണ് ഒരു പ്രോഗ്രാം, ഞങ്ങൾ ഓണത്തിന് പ്രോഗ്രാം ചെയ്യണം. എന്നിട്ടാണ് ഉപ്പേരിയ, ഓണോപ്പേരി. ഇതിനകത്തൊരു ഫിലിപ്പീൻ പെണ്ണെ ഞാൻ കെട്ടറുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കെട്ടണ ബൊക്കെയായിട്ട് ഇങ്ങനെ ഫോട്ടോ ഇയാൾക്ക് അയച്ചു കൊടുത്തു. ഇയാളതെടുത്തിട്ട് ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് എഴുതി എനിക്ക് തന്നു. ഞാനതെടുത്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത്. എൻ്റെ പൊന്നോ, അപ്പോൾ തുടങ്ങി പാഷാൻ ഷാജി വീണ്ടും കേട്ടി. ഇവനൊക്കെ എന്തു ആവുമല്ലോ, തുടങ്ങി അടിയിൽ. എന്താ അന്ന് അതിനെ കാണണമെന്നേ, എന്നെക്കാളും ഒരു അരയിഞ്ച് ഇത്രയാറ്റേ ഉള്ളെൻ്റെ. എനിക്കറിയാം. ഞാൻ അതിലിപ്പോൾ വല്ല ടോയ്സ് വാങ്ങിച്ചാൽ പോരായിരുന്നു. അങ്ങനെ കെട്ടേണ്ട കാര്യമുണ്ടോ എനിക്ക്? ഹലോ ചേച്ചി, ഞങ്ങളൊക്കെ ഇരിക്കുകയാണ്. അല്ലെന്നേ, അതിങ്ങനെ ബൊമ്പുറു എന്നുള്ള പാവയില്ലേ, അത്ര ഉള്ളത്. അതിന് തെറി. അവൾ ഇവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് അതിന് തെറി. എനിക്കതല്ല, എനിക്ക് രണ്ടുപേരും മെസ്സേജ് അയക്കാം, സാജു നവോദയ രണ്ടാമതും കല്യാണം കഴിച്ചു എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വരാൻ ഒരിക്കലും സാധ്യത ഇല്ലല്ലോ, കാരണം ചേച്ചി ഉയരാണ്. എന്നെ കൊണ്ട് കെട്ടിക്കൂട്ടാ. ഇല്ല, ഇത് 7 ജന്മത്തേക്കൊക്കെ ഉള്ള കോൺട്രാക്ട് ടീമുകളാണ്, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിച്ചാലും കേട്ടോ, നമുക്ക് പേഴ്സണലി അറിയുന്നവർക്ക് അറിയാൻ പറ്റും. എന്നാലും ഇത്രയും പെട്ടെന്ന് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം? ഇപ്പോഴും സാധിച്ചേട്ടൻ എല്ലാം ഇഷ്ടമാണെന്നറിയാം. ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ഇപ്പോഴും സാധിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറയുന്നൊരു കാര്യം എന്തായിരിക്കും? ചേച്ചിക്കും ഒരു കാര്യം അങ്ങനെ ഇതാണെന്ന് പറയാനുള്ള കാരണമല്ല, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ തന്നെ ഒരുപാട് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ. അന്ന് ഫാമിലി ഒന്നും ഇല്ലല്ലോ. പൊട്ടത്തരം വരുന്നു. അയ്യോ, മറ്റേ ഇതൊക്കെ ഭയങ്കര ഇതൊക്കെ പറയുമായിരുന്നോ? എന്തുട്ട് മറ്റേ എന്താ പിക്കപ്പ് ലൈൻസ് ഒക്കെ പറയുമായിരുന്നോ? നീ എൻ അഴക്, നീ എൻ റാണി, അതുകൊണ്ട് നീ എൻ്റെ ഉയിര്, അങ്ങനത്തെ ഒന്നും. പിക്കപ്പൊക്കെ ഇപ്പോഴല്ലേ, പിക്കപ്പ് എന്താന്ന് ഇപ്പോഴും. അന്ന് എനിക്ക് ഭക്ഷണം മേടിച്ചു തന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് പൈസ ഇല്ല, ഒരാൾക്ക് ഊണ് കഴിക്കാനുള്ള. പക്ഷെ ഇപ്പൊ സംസാരിച്ച് ഉച്ചയായത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഭക്ഷണം മേടിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട്, അപ്പോൾ എൻ്റെ അമ്മൂമ്മ മരിച്ചായിരുന്നു ആ ഇടക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കി, അപ്പോൾ ഇരുന്ന് കഴിക്കുക. ഞാൻ രാവിലെയും കഴിച്ചിട്ടില്ല, കഴിച്ചിട്ട് സാജു കഴിക്കണല്ലേ? ഇല്ല അമ്മൂമ്മ മരിച്ചേക്കണേ, അവിടെ ചെന്ന് എനിക്ക് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പൊന്നെ, അപ്പോഴേക്കും പിക്കപ്പ് ഒന്നും പറയാറൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെ കെയറിങ് ഏട്ടായി ആണോ, കലിപ്പൻ ഏട്ടായി ആണോ, പൊസസീവ് ഏട്ടായി ആണോ? കെയറിങ് ഏട്ടായി ആണ്. ചില സമയത്ത് ഭയങ്കര മുഷിക്കൊക്കെ ഉണ്ട്. പൊസസീവ് ഉണ്ടോ ചേച്ചി? ഇല്ല, അങ്ങനത്തെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചില സമയത്ത് പറയണ അനുസരിക്കാണ്ടൊക്കെ വരുമ്പോൾ ഉള്ള ആ ഒരു. എന്താ ചേച്ചി അനുസരിക്കാത്തത്? അത് ഒരു അടുക്കും ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരിലും ഒരു ഒരുമ എവിടെയാണെന്നറിയോ? ഈ കഴിഞ്ഞൊരു ടോക്ക് ഷോയ്ക്കും ട്രോള് കിട്ടിയപ്പോഴും രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് കിട്ടി എന്നുള്ളതാണ്. മറ്റേ ജെൻസി കുട്ടികളെന്തോ, ഇപ്പോഴത്തെ കുട്ടികൾ ഒരുമിച്ച് ഞങ്ങളുടെ കാലഘട്ടം പറഞ്ഞത്. അല്ല, ഞാനതേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാലഘട്ടം ഓക്കെ, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, എല്ലാം അംഗീകരിക്കുന്നുണ്ട്. അല്ല, അതിനെന്ത് കിട്ടിയെന്ന ഒരു ചെറിയൊരു അതിന്റെ കമന്റ്സ് ഭയങ്കര രസമായിരുന്നു. അതായത് കുറച്ച് തന്ത വൈബാണല്ലേ. അതായത് സായിച്ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു, ഇക്കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവര് പറഞ്ഞതെന്തോ ഇവരുടെ കാലഘട്ടത്തെ കൊള്ളൂലമായിട്ട് എങ്ങാണ്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ചട്ടിച്ചോറില്ലേ, ചട്ടിച്ചോറ് ഞാൻ ഇപ്പൊ ക്യൂ നിൽക്കുന്നു ഹോട്ടലിൽ. പണ്ടൊക്കെ ചട്ടിച്ചോറിന് വീട്ടിൽ ചട്ടിയിലേ ചോറുള്ളൂ, തലേ ദിവസം വെക്കണ കറി അത് ആദ്യം എഴുന്നേക്കണ ആൾക്കാർ കിട്ടുള്ളൂ. നമ്മൾ തിന്ന് കളഞ്ഞ സാധനം ഇത്. ഇപ്പം ചട്ടിച്ചോറിന്ന് കഴിക്കുന്ന ക്യാൻഡിൽ ഡിന്നർ ആ വെട്ടത്താ തിന്നേക്കണത്. അതൊക്കെ ഇപ്പം പിന്നെ കീറി നിക്കറിപ്പ് മൂട്ടിൽ പൊത്തിപ്പിടിച്ച് നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇപ്പം കീറി ഇട്ടുണ്ടാ പോണത്. നമ്മൾ കളഞ്ഞ സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നേക്കണത്. അല്ലാതെ അവർ നമ്മളൊരിക്കലും അവരോട് ഇങ്ങോട്ട് ഈ ജനറേഷനിലേക്ക് വരാൻ പാടില്ല. ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് നമ്മൾ അങ്ങോട്ടാണ് ചെല്ലേണ്ടത്, അവരിലേക്ക് ചെല്ലേണ്ടത്. പക്ഷേ എല്ലാം ഓക്കെ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. പല കാര്യങ്ങളും ഇതാണ് ചിന്തിക്കണം. പക്ഷെ ഇപ്പൊ സാഹിച്ചേട്ടനാണ് വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജെൻ സി കുട്ടികളാണ് 3 ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കാലഘട്ടത്തിലെ ആൾക്കാരുടെ ചോദ്യമാണ്, ഞങ്ങൾ ജെൻ സി കുട്ടികളിൽ ഈ ഒരു കാര്യം ഇഷ്ടമല്ല, അതേത് കാര്യമാണ്?
ഈ ഒരു അതായത് ഒരു കാര്യം ഇഷ്ടമില്ല സായുച്ചേട്ടന്, അത് തന്ത വൈബായിരിക്കും. തന്ത വൈബ്. ആ, ഈ പുറകോട്ടുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടായിരിക്കും ചിലപ്പോൾ ഇഷ്ടമല്ലാത്തത്. അതേ ഉള്ളൂ. ആ, അല്ലാതെ ബാക്കി എന്തെങ്കിലും ചേച്ചിക്ക് എന്താ തോന്നി ഈ കുട്ടി ഈ ഇന്നത്തെ ജനറേഷൻ ഈ കാര്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും ചേച്ചിക്ക്? കമാൻഡ് ചെയ്യണതാ? അല്ല, പിള്ളേരുടെ ഇതാണോ ചോദിക്കുന്നത്? അതായത് ഈ ഒരു ഈ പൂക്കി പിള്ളേരെന്നൊക്കെ ഉണ്ടല്ലോ, ജെൻസി കുട്ടികൾ, ഈ 2K കിഡ്സ്, ഈ കുട്ടികളുടെ ഇവരിങ്ങനെ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ഇത് ചെയ്യുന്നത് അത്ര ശരിയായില്ല എന്ന് തോന്നിയ ഒരു കാര്യം ഏതായിരിക്കും? അല്ല, അവര് ചെയ്യുന്നതാ. അവര് ചെയ്യുന്ന, ഓക്കെ, അതാണോ? അവര് ചെയ്യുന്ന ഒരു കാര്യം. അല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം എടുക്കുന്നത് ഓക്കെ, ഈക്വാലിറ്റി വേണം നമുക്ക്, എല്ലാം സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈക്വാലിറ്റി അല്ല ഇപ്പോൾ നടക്കുന്നത്. കുറേ അങ്ങോട്ട് ഒരു 2-3 ജനറേഷൻ മുമ്പുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇനി വരാൻ പോണത് അതിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു, കാരണം 5ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് 5ാം ക്ലാസ്സിൽ അറിവുള്ളൂ. പക്ഷെ ഇപ്പോൾ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ അറിവുണ്ട്. അത് ഈ ടെക്നോളജി വളർന്നതും അവർ ഡെയിലി കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഈ പെൺകുട്ടികൾ രാത്രി സഞ്ചരിക്കുന്നതിൽ മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതധികം താല്പര്യമല്ല, അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനെയാണ് കുറേ പെൺകുട്ടികൾ പറഞ്ഞത്, അതെന്താ പെൺകുട്ടികൾക്ക് രാത്രി സഞ്ചരിച്ചാൽ? രാത്രി എന്ന് പറഞ്ഞാൽ ഈ വെളുക്കിനെ വരെ നമ്മൾ ഈ ഷോയിൽ കഴിഞ്ഞിട്ട് വരുമ്പോഴൊക്കെ വെളുപ്പിനൊക്കെയല്ലേ വന്നത്, അപ്പം കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ അവർ സ്മോക്ക് ചെയ്യുന്നതിന് സാഹചര്യം പറഞ്ഞു. പണ്ടൊക്കെ ആണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ ആരെങ്കിലും സ്മോക്ക് ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്. നമ്മൾ നമ്മളിപ്പോൾ ഒരു കുട്ടി വന്നു കഴിഞ്ഞിട്ട് ഞാൻ സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളത് മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാരൻസിന് കുട്ടി നിൽക്കുകയാണെങ്കിൽ ഇയാൾ ഞാൻ പറയാം കുട്ടി അങ്ങോട്ട് മാറ്റിട്ടാന്ന് നമ്മൾ പറയും. ഒരു ലേഡീസ് വന്നാൽ തന്നെ നമ്മളത് മാറ്റി വെക്കും. ഞാൻ അത് കണ്ടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു കാര്യമാണ് ജെൻസി കുട്ടികൾ ഉപയോഗിക്കണമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് ഇറക്കിയേക്കണത് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ, അതിലൊന്നും ഞാൻ തെറ്റ് പറയാനുള്ള. പക്ഷേ ഈ പറയണത് നമ്മൾ എല്ലാത്തിനും നമുക്ക് ഒരു മര്യാദ എല്ലാത്തിനും വേണം എന്നാണ്. ഇനി 3 വാക്ക് പറയാം, അതെന്താണെന്ന് സായിച്ചേട്ടൻ പറയണം എന്നാണ് ജെൻസി കുട്ടികൾ പറയുന്നത്. സ്കിബിഡി. എനിക്കറിയില്ല ചേച്ചി, സ്കിബിഡി അറിയില്ല. ഞങ്ങളുടെ ഒരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നാടകത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, പൂക്കി സ്കിബിഡി ഇത് പറയണത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു തന്നു, അതിനിതാണ് പറയണേന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്ത വൈബും തള്ള വൈബൊക്കെ ആയതുകൊണ്ടായിരിക്കണം അതൊന്നും തലയിലേക്ക് കയറിയിട്ടില്ല. നല്ല സ്കിബിഡി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ സാധിച്ചിട്ടുണ്ട്, നല്ല വാക്കാണോ ചീത്ത വാക്കാണോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് മോശമായിട്ടുള്ള വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ. സില്ലി എന്നാണ് അതിന്റെ അർത്ഥം. വിയേർഡ്. എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എവിടെ നിന്നറിയാമോ? എൻ്റെ അമ്മയുടെ മടി തല വെച്ച് കിടക്കുമ്പോൾ എല്ലാവർക്കും നമുക്ക് സന്തോഷം സമാധാനം കിട്ടണം അല്ലേ? എന്തോ ഒരു 100 വിഷയമായിട്ട് നേരെ എന്നിട്ട് അമ്മയുടെ മടി തല വെച്ച് കിടന്നു, അമ്മ കൈയെടുത്ത് തടവുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. സുഖമല്ല, ഇതൊന്നും അല്ലടാ മോന്, പ്രശ്നമല്ലെന്ന്. അതിപ്പോൾ വൈഫിൻ്റെ അടുത്താണെങ്കിലും അമ്മയില്ലെങ്കിൽ നമ്മൾ വൈഫ് അതുപോലെയൊക്കെ നമ്മൾ കെയർ ചെയ്യും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു ഫാമിലിയാണ് എനിക്കിഷ്ടം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കുറേ ബന്ധുക്കൾ ഇവരൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾക്കില്ല, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, ഇതൊക്കെയാണ്. അടുത്ത വീട്ടിലൊരു ചേട്ടന് നമ്മൾ അങ്ങനെ ഒരു ജീവിതം കൊണ്ടുപോകുമ്പോൾ എന്താണെന്നറിയാമോ, നമ്മളെല്ലാവരോടും സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം മീരയായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് അതിലിടപെടാൻ പറ്റും. അല്ലാതെ നമ്മൾ ബലവും പിടിച്ച് ഞങ്ങൾക്ക് കുറച്ച് ഏരിയ ഉണ്ട് ഞങ്ങൾ അവിടെ ഉള്ളെന്ന് പറഞ്ഞാൽ മനസ്സിലായി.